ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കുന്നത്. ഒരു 6 കഷ്ണം ബ്രെഡും അതുപോലെ തന്നെ 2 കപ്പ് പാലും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള 6 പീസ് ബ്രെഡാണ്. ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി ബ്രെഡ് പീസസ് കൈകൊണ്ടൊന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പൊടിക്കുന്ന പോലെ പൊടിച്ചെടുത്താൽ മതി. ബ്രെഡ് ഈ കാണുന്ന പോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഹൽവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാല് കുറച്ച് കൊഴുപ്പ് കൂടിയ പാലെടുത്തിട്ടുണ്ടെങ്കിൽ ഹൽവ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പറ്റുമെങ്കിൽ നമ്മൾ കൊഴുപ്പ് കൂടിയ പാൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പാൽ ഞാനിവിടെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പാൻ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പാൽ കുറച്ച് സമയം തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ തിളച്ചു പോകാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് വലിയ പാൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ പാലൊഴിച്ച് വെച്ചിരിക്കുന്ന പാൻ നമുക്ക് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ പാൽ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം എടുത്തൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം പാൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ആ സമയത്ത് നമ്മൾ പാൻ്റെ സൈഡിൽ പിടിച്ചിരിക്കുന്ന ക്രീമെല്ലാം ഒന്ന് ഇളക്കി പാലിലേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ പാൽ കുക്ക് ചെയ്യാൻ വെച്ചിട്ടൊരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പാൽ കാണുന്ന പോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് പാലാണ് തിളപ്പിക്കാനായിട്ട് വെച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് പാലേ ഉണ്ടാവുള്ളൂ. പാലിൻ്റെ വോളിയെല്ലാം കുറഞ്ഞ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. സമയത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സൈഡിലുള്ള ക്രീമെല്ലാം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ചേർത്ത് കഴിഞ്ഞ് വീണ്ടും സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി പഞ്ചസാരയും നെയ്യോ എല്ലാം ചേർക്കാനുള്ളതാണ്. 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം. മധുരമെല്ലാം നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. പഞ്ചസാരയെല്ലാം ഒന്ന് ഉരുകി ബ്രെഡ് പീസിൽ പിടിക്കണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഉരുകി ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഹൽവ ഏകദേശം പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഹൽവയിൽ 2.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. നെയ്യുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നെയ്യ് ചേർക്കുമ്പോഴാണ് ഹൽവക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും കാഷ്യൂനട്ടും റൈസിൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നട്ട്സ് ചോപ്പ് ചെയ്തതെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഹൽവ നല്ല തിക്കായി പാനിൽ നിന്നെല്ലാം വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. പ്ലേറ്റിൽ ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ വിതറി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹൽവ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൽവ മിക്സ് പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമ്മൾ ഹൽവയുടെ മുകളിലേക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ കാണാനൊക്കെ ഒരു ഭംഗിയുണ്ടാവും. ഇനി റെഡിയായ ഹൽവയുടെ പുറത്തേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. നട്ട്സെല്ലാം ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറത്തൊരു 1/2 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഹൽവ സെറ്റാകാൻ വെച്ചിട്ട് 1/2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി റെഡിയായ ഹൽവ നമുക്ക് കയ്യിലെടുത്ത് നോക്കാം. നല്ല സോഫ്റ്റും
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു 1/2 ലിറ്റർ പാലും 6 കഷ്ണം ബ്രെഡും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഹൽവ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.